मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखामितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते तप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे मूकं करोति वाचालं पंगुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमेश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. നമ്മൾ ഇന്നലെ രണ്ടാമത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം ആദ്യത്തെ സ്കന്ധത്തിലെ രണ്ടാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു. മനോഹരമായിട്ടുള്ള 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത്. പറഞ്ഞിരുന്നു ഈ 2 ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്ലോകവും 3 ശ്ലോകങ്ങൾ. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു മംഗളാചരണമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ ശ്രീല വ്യാസദേവൻ പരമസത്യം ആരാണ്, പരമസത്യം എന്താണ് എന്നുള്ളത് അദ്ദേഹം തെളിയിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടു ഇന്നലെ. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതം ആസ്വദിക്കാൻ നമുക്കുള്ള ഇൻവിറ്റേഷനാണ് വ്യാസദേവൻ തരുന്നത്. ആരാണ് പരമദൈവത്വം പുരുഷനെന്ന് ഓൾറെഡി പറഞ്ഞു ആദ്യത്തെ ശ്ലോകത്തിൽ. രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്, ശ്രീമദ് ഭാഗവതവും മറ്റുള്ള വേദങ്ങളും പുരാണങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്, ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എന്താണ് എന്നുള്ളത് പറഞ്ഞതിന് ശേഷം ഇനി വ്യാസദേവൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു, നമ്മളോട് പറയുന്നു വരൂ ആസ്വദിക്കൂ ഈ ശ്രീമദ് ഭാഗവതം. അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്ന കാര്യം. മനോഹരമായിട്ടുള്ള 3 ശ്ലോകങ്ങളാണ്. ജന്മാദ്യസ്യ യദോന്വയാത് ഇതരതസ് ഛാർത്തേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോജിതകൈതവത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേർ ഈശ്വര സദ്യോ ഹൃദി അവരുദ്ധ്യ തത്ര കൃതിപി ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഇതാണ് 2 ശ്ലോകങ്ങൾ. ഇനി മൂന്നാമത്തെ ശ്ലോകം. നിഗമകൽപതരോർഗലിതം ഫലം ശുഖമുഖാത് അമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഃ. നിഗമകൽപതരോർഗലിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഃ. മനോഹരമായിട്ടുള്ള ശ്ലോകം.
കൃഷ്ണ അജിത് മാതാജി വായിക്കൂ ശ്ലോകം. ഇല്ല, ഓക്കെ. ശാന്തകുമാരി അമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി എടുത്തു. യെസ്, ഒരു മിനിറ്റ്. ആദ്യം ഞാൻ വിളിച്ച പേര് ആദ്യം ഹരേ കൃഷ്ണ പറഞ്ഞു. കൃഷ്ണ മാതാജി വായിക്കൂ. കൃഷ്ണാജിത്ത്. ഹരേ കൃഷ്ണ. കേൾക്കാമോ പ്രഭു? ഹരേ കൃഷ്ണ. കേൾക്കാം. ഓം നമോ ഭഗവതി വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ജ്ഞാനാംബിക മാതാജി വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. അല്ലയോ വിദഗ്ധരും ചിന്താശീലരുമായ ജനങ്ങളെ, വേദസാഹിത്യങ്ങളാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ പരിപക്വഫലമായ ശ്രീമദ് ഭാഗവതം ആസ്വദിക്കൂ. ശ്രീല ശുകദേവ ഗോസ്വാമിയുടെ അധരങ്ങളിൽ നിന്നാണ് അവ ഉത്ഭവിച്ചത്. ആകയാൽ മുക്താത്മാക്കൾ ഉൾപ്പെടെ ഏവരും അതിയായി ആസ്വദിക്കുന്ന ഈ അമൃതരസം കൂടുതൽ ആസ്വാദ്യമായി തീർന്നിരിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ 2 ശ്ലോകങ്ങളുടെ പ്രസക്തി. മൂന്നാമത്തെ ശ്ലോകവും എന്താണ് പറയുന്നത് എന്നുള്ളത്. ഭഗവാൻ പരമസത്യം എന്താണെന്ന് പറഞ്ഞു. ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി വ്യാസദേവൻ നമ്മളെ ഭാഗവതം ആസ്വദിക്കാൻ നമ്മളെ ക്ഷണിക്കുന്നു. ആ ക്ഷണമാണ് ഈ മൂന്നാമത്തെ ശ്ലോകം. പറയുന്നു നിഗമ കൽപ്പതരോർ ഗലിതം ഫലം. നിഗമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളെ കൽപ്പത്തരുവായിട്ട് ഉപമിച്ചിരിക്കുന്നു. നമ്മൾ ഇന്നലെ ഇത് പറഞ്ഞിരുന്നു. കൽപ്പത്തരു എന്ന് പറഞ്ഞാൽ എന്താണ്? കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കൂ, കൽപ്പവൃക്ഷം അത് നമുക്ക് നടത്തി തരുന്നു. ഇതേപോലെ ചിന്താമണി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ചിന്താമണിയും ഇതേപോലെ തന്നെ. എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ചിന്താമണി നമുക്ക് തരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാൻ ഇരിക്കുന്ന ഗോലോക വൃന്ദാവനം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിൽ പറയുന്നു എല്ലാ വൃക്ഷങ്ങളും കൽപ്പവൃക്ഷങ്ങളാണെന്ന്. മാത്രമല്ല അവിടെ ചിന്താമണി മാത്രമേ ഉള്ളൂ എന്നും പറയുന്നു. ചിന്താമണി രത്നങ്ങളാണ് അവിടെ. നമ്മൾ കാണുന്ന പോലെ കല്ലുകളും പാറകളും ഒന്നുമല്ല, ചിന്താമണി രത്നങ്ങളാണെന്ന് പറയുന്നത് എല്ലായിടത്തും. അതാണ് ഗോലോക വൃന്ദാവനം. വെറുതെ പറയുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ടല്ലോ. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് ചിന്താമണി ധാമമാണ് ഗോലോക വൃന്ദാവനം എന്നുള്ളത്. അതേപോലെ തന്നെ കൽപ്പവൃക്ഷങ്ങളാണ് അവിടെയുള്ള എല്ലാ മരങ്ങളും എന്നും ബ്രഹ്മസംഹിത പറയുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഒരുപാട് ആചാര്യന്മാർ അവർ ഇവിടെ ഈ ഭൗമവൃന്ദാവനത്തിൽ ഇരിക്കുമ്പോൾ പോലും ഭൗമവൃന്ദാവനത്തിൽ ഇരിക്കുമ്പോൾ പോലും ആ വൃന്ദാവനമായിട്ട് തന്നെയാണ് അവർക്ക് കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ആചാര്യനുണ്ട്, ശ്രീല നരോത്തം ദാസ് ഠാക്കൂർ. നമ്മുടെ പരമ്പരയിൽ ഗൗഡീയ വൈഷ്ണവ പരമ്പരയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആചാര്യനാണ് ശ്രീല നരോത്തം ദാസ് ഠാക്കൂർ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാനങ്ങൾ, ഒരുപാട് വൈഷ്ണവ ഗീതങ്ങൾ നമ്മൾ ചൊല്ലാറുണ്ട്. എന്തിനു പറയണം, എല്ലാ ദിവസവും നമ്മൾ അമ്പലത്തിൽ ചൊല്ലുന്ന വൈഷ്ണവ ഗീതങ്ങളിൽ 1-2 വൈഷ്ണവ ഗീതങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ശ്രീ ഗുരു ചരണ പത്മ എന്ന് തുടങ്ങുന്ന ഗുരു ശ്രീല പ്രഭുപാദിൻ്റെ പൂജ നമ്മൾ ആരതി ചെയ്യുന്നത്, ആ ഗാനം എഴുതിയിട്ടുള്ളത് ശ്രീല നരോത്തം ദാസ് ഠാക്കൂറാണ്. ഇനി ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദയാ കൗരമോരെ, ഈ ഒരു ശ്ലോകം ദർശനാരതിക്ക് നമ്മൾ ചൊല്ലുന്ന ശ്ലോകം, ആ ഗീത എഴുതിയിട്ടുള്ളതും ശ്രീല നരോത്തം ദാസ് ഠാക്കൂറാണ്. അതേപോലെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. രാധാകൃഷ്ണ പ്രാണമോര, അങ്ങനെ ഒരുപാട് ശ്ലോകങ്ങൾ, ഒരുപാട്
ഗീതങ്ങൾ എഴുതിയിട്ടുണ്ട്. വൃന്ദാവന രമ്യസ്ഥാന ദിവ്യ ചിന്താമണിതാം. ആ നരോത്തം ദാസ് താക്കൂർ അദ്ദേഹം ഇവിടെ ഏകദേശം 400 വർഷങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഉള്ള സമയത്ത് അദ്ദേഹം വൃന്ദാവനത്തെ കാണുന്നുണ്ടായിരുന്നത് ഗോലോക വൃന്ദാവനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഏത് വൃന്ദാവനം, എവിടെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്? ഈ ഭൗമ വൃന്ദാവനത്തിൽ. ഭൗമ വൃന്ദാവനത്തിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം കാണുന്നത് ചിന്താമണികളും കൽപ്പവൃക്ഷങ്ങളും മാത്രമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവൽ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് ശ്രീല ലോകനാഥ് ഗോസ്വാമി എന്നാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ വളരെ പ്രിയപ്പെട്ട പാർഷദനാണ് ശ്രീല ലോകനാഥ് ഗോസ്വാമി. അദ്ദേഹം നമ്മുടെ ഷഡ് ഗോസ്വാമിമാർ വരുന്നേക്കാൾ മുമ്പ് തന്നെ വൃന്ദാവനത്തിൽ വന്നിട്ടുണ്ട്. ഷഡ് ഗോസ്വാമിമാർ ആരൊക്കെയാണ്? നമ്മുടെ ഓൾട്ടറിലുള്ള ഷഡ് ഗോസ്വാമിമാർ ശ്രീ രൂപ, ശ്രീ സനാതന ഭട്ട രഘുനാഥ്, ശ്രീ ജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ്. 6 പേര്. ശ്രീല രൂപ ഗോസ്വാമി, ശ്രീല സനാതൻ ഗോസ്വാമി, ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി, ശ്രീല രഘുനാഥ് ഭട്ട് ഗോസ്വാമി, ശ്രീല ജീവ ഗോസ്വാമി, അതേപോലെ തന്നെ ശ്രീല ആരാണ് ഞാൻ മിസ് ചെയ്തത്? സനാതൻ ഗോസ്വാമി. സനാതൻ ഗോസ്വാമി. 6 പേര്. യെസ്, 6 ഗോസ്വാമിമാർ. അവരെക്കാൾ മുമ്പ് തന്നെ, കുറച്ച് വർഷങ്ങൾ മുമ്പ് തന്നെ ശ്രീ ലോകനാഥ് ഗോസ്വാമി അവിടെ വന്നിട്ടുണ്ട്. മഹാപ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം വരുന്നത്. ശ്രീല ലോകനാഥ് ഗോസ്വാമിയും ഈ ഒരു ശ്രേണിയിൽ വരുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഷഡ് ഗോസ്വാമിമാരെ പോലെ തന്നെ ഉള്ളതാണ്. ആക്ച്വലി 8 ഗോസ്വാമിമാർ പറയുന്നു ഗോലോക വൃന്ദാവനത്തിൽ രാധാറാണിയുടെ സഖി എന്ന് പറഞ്ഞാൽ മഞ്ജരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിദാസിമാർ ആയിട്ടുള്ള 8 പാലിദാസികൾ ഇവിടെ ഗോസ്വാമിമാരായിട്ട് വരുവാണ് ചെയ്യുന്നത്. അതിൽ 6 പേര് നമ്മുടെ ഷഡ് ഗോസ്വാമിമാരാണ്. അതിൽ ഒന്ന് ഏഴാമത്തെ പറയാനാണെങ്കിൽ ശ്രീ ലോകനാഥ് ഗോസ്വാമിയാണ്. 8ാമത്തെ നമ്മുടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയാണ്. ചൈതന്യ ചരിതാമൃതം, ഗോവിന്ദ ലീലാമൃതം ഇതെല്ലാം എഴുതിയിട്ടുള്ള ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. 8 പേര്. അഷ്ടമഞ്ജരി എന്ന് പറയും. അഷ്ടസഖി എന്ന് പറയുന്ന പോലെ അഷ്ടമഞ്ജരികളുണ്ട്. അപ്പോൾ ഈ ഗോസ്വാമിമാരെല്ലാവരും രാധാറാണിയുടെ സഖിമാരാണ്. അപ്പോൾ എന്നാൽ ചൈതന്യ ലീലയിൽ ഇവരെല്ലാവരും പുരുഷന്മാരായിട്ടാണ് വരുന്നത്. ഭഗവാൻ കൃഷ്ണൻ വരുന്നു, ശ്രീ രാധാറാണിയുടെ ഭാവത്തിൽ വരുന്നു. അദ്ദേഹം പിന്നീട് സങ്കീർത്തന ആന്തോളനം മുന്നോട്ട് കൊണ്ടുവരുന്നു, അതേപോലെ സന്യാസം എടുക്കുന്നു. അപ്പോൾ ആ ഒരു ഭാവത്തിന് സ്യൂട്ടബിൾ ആവുന്ന കാര്യം, രാധാഭാവം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ കൃഷ്ണൻ വരുന്നത് മഹാപ്രഭുവായിട്ട്, അല്ലേ? അപ്പോൾ ആ ഒരു ഭാവം അനുഭവിക്കണമെങ്കിൽ സ്യൂട്ടബിളായിട്ടുള്ള ഒരു അവതാരം തന്നെ ആയിരിക്കണം. അങ്ങനെയാണ് മഹാപ്രഭുവായിട്ട് വരുന്നത്, ചൈതന്യ മഹാപ്രഭുവായി വരുന്നത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർഷദരെല്ലാവരും പുരുഷന്മാരാണ്. കാര്യം അദ്ദേഹം സന്യാസം എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട്, അല്ലേ? അപ്പോൾ ഈ പറയുന്ന സഖിമാരും മഞ്ജരിമാരും ഇവരെല്ലാവരും പുരുഷ രൂപത്തിലാണ് വരുന്നത് മഹാപ്രഭുവിൻ്റെ ലീലയിൽ. അപ്പോൾ ശ്രീല ലോകനാഥ് ഗോസ്വാമി അതിലെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാർഷദനാണ്. അദ്ദേഹത്തിന് ഒരേ ഒരു ശിഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അത് ശ്രീല നരോത്തം ദാസ് ഠാക്കൂറാണ്. നരോത്തം ദാസ് ഠാക്കൂറിനെ കുറിച്ച് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കൽപ്പവൃക്ഷത്തെക്കുറിച്ചും ചിന്താമണിയെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഓർത്തതാണ്. അദ്ദേഹത്തിന് ദീക്ഷ കിട്ടുന്നേക്കാൾ മുമ്പ്, കാര്യം ലോകനാഥ് ഗോസ്വാമി തീരുമാനിച്ചിരുന്നു ഞാൻ ആർക്കും ദീക്ഷ കൊടുക്കില്ല എന്നുള്ളത്. എന്നാൽ നരോത്തം ദാസ് ഠാക്കൂർ ആണെങ്കിൽ എനിക്ക് ദീക്ഷ വേണം, ആ ദീക്ഷ ഞാൻ ലോകനാഥ് ഗോസ്വാമിയിൽ നിന്ന് മാത്രമേ എടുക്കുള്ളൂ എന്നുള്ള തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹം വൃന്ദാവനത്തിൽ വന്നു. ശ്രീല ജീവഗോസ്വാമിയുടെ അടിയിലാണ് ഇവർ പഠിക്കുന്നത്. ശിക്ഷാഗുരുവായിരുന്നു ശ്രീല ജീവഗോസ്വാമി. എന്നാൽ ദീക്ഷ എടുക്കാൻ വേണ്ടി ലോകനാഥ് ഗോസ്വാമിയുടെയാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത്. അദ്ദേഹം പറയും പറ്റില്ല എന്ന് പറയും. കുറേ കാലങ്ങൾ അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ നരോത്തം ദാസ് ഠാക്കൂറിൻ്റെ ആ ഒരു ആഗ്രഹം ഒരിക്കലും പോയില്ല. അദ്ദേഹം പിന്നാലെ നിൽക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന സേവനം എന്താണെന്ന് നോക്കൂ. എല്ലാ ദിവസവും ലോകനാഥ് ഗോസ്വാമി കാലത്ത് ടോയ്ലറ്റിൽ പോകും. അത് അന്നത്തെ കാലത്ത് ടോയ്ലറ്റൊന്നുമില്ല, അത് പുറത്ത് ആണ് പോകുന്നത്, മണ്ണിലാണ് പോകുന്നത്, മരത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്താണ് പോകുന്നത്, കാട്ടിലോ. ഇദ്ദേഹം എന്നും കാലത്ത് പോവും. അത് കാത്തിരിക്കും നരോത്തം ദാസ് ഠാക്കൂർ. അങ്ങനെ അദ്ദേഹം വന്ന് കാര്യം സാധിച്ച് തിരിച്ചു പോയതിന് ശേഷം ആ സ്ഥലമെല്ലാം അദ്ദേഹം വൃത്തിയാക്കുമെന്ന് മാത്രമല്ല, വളരെ വൃത്തിയാക്കി ഭംഗിയാക്കും. മാത്രമല്ല ഒരുപാട് പുഷ്പങ്ങളൊക്കെ അവിടെ വിതറിയിടുന്നു. പിന്നെ സുഗന്ധ
ദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ച് അത് മനോഹരമായിട്ടുള്ള സ്ഥലമാക്കി മാറ്റും. ഇത് അടുത്ത ദിവസം വരുമ്പോൾ ഗുരു കാണുന്നുണ്ട് ഇങ്ങനൊരു സംഭവം. അപ്പോൾ എല്ലാ ദിവസവും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരാത് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇതാരാണിത് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറേ ദിവസം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ചെയ്യുന്നത് നരോത്തം ദാസാണ്. കാര്യം ഗുരുവിനെ ഓൾറെഡി അദ്ദേഹം സമീപിച്ചിരുന്നു. ഗുരു പറഞ്ഞു, അല്ലെങ്കിൽ ലോകനാഥ് ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റില്ല, ഞാൻ ദീക്ഷ തരില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പൊക്കളം പറഞ്ഞതാണ്. പക്ഷേ ഇദ്ദേഹം കാണാതെ സേവനം ചെയ്യുവാണ്. അങ്ങനെ അവസാനം ഒരു ദിവസം ലോകനാഥ് ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ കാര്യം സാധിച്ചതിന് ശേഷം അദ്ദേഹം പോകുന്നതിന് പകരം അവിടെ പോയ സമയത്ത് അദ്ദേഹം ഒളിച്ചിരുന്നു, ആരാണ് ഇവിടെ വരുന്നതെന്ന് അറിയാൻ വേണ്ടി. ആ സമയത്താണ് നരോത്തം ദാസ് തക്കൂർ അവിടെ വരുന്നത്. അങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹമാണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാ ദിവസവും എന്നുള്ളത്. അങ്ങനെ അവസാനം ലോകനാഥ് ഗോസ്വാമി അദ്ദേഹം ശപഥമെടുത്തിട്ടുള്ളതായിരുന്നു, ഞാൻ ദീക്ഷ കൊടുക്കില്ല എന്നുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആത്മാർത്ഥത കണ്ടപ്പോൾ, നരോത്തം ദാസ് താക്കൂറിൻ്റെ ആത്മാർത്ഥത കണ്ടപ്പോൾ അദ്ദേഹം ആ ശപഥം പിൻവലിച്ചു, ദീക്ഷ കൊടുത്തു. ദീക്ഷ കൊടുത്തതിന് ശേഷം വേറൊരു ദിവസം അദ്ദേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിനോട് ഇതേപോലെ തന്നെ ആവശ്യത്തിന് മണ്ണ് കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. നരോത്തം ദാസ് താക്കൂറിന് നിർദ്ദേശം കൊടുത്തു. ഒരു ദിവസം കാലത്ത് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്, എനിക്ക് കുറച്ച് മണ്ണ് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പോയി മണ്ണ് തപ്പിപ്പോവാണ്. ആര്? നരോത്തം ദാസ് താക്കൂർ. കാലത്ത് ഇറങ്ങുന്നതാണ്, അദ്ദേഹത്തിന് മണ്ണേ കാണുന്നില്ല. ആശ്രമത്തിൻ്റെ പുറത്ത് മണ്ണ് കാണുന്നില്ല. നടന്നു പോയി നോക്കുന്നു, മണ്ണ് നോക്കുന്നു, കാണുന്നില്ല. നടന്ന് അദ്ദേഹം കുറേ നടന്ന് അവസാനം വൃന്ദാവനത്തിൻ്റെ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം മണ്ണ് കാണുന്നത്. അതുവരെ അദ്ദേഹം കാണുന്നത് ചിന്താമണി രത്നങ്ങൾ മാത്രമാണ്. അങ്ങനെ കാലത്ത് പോയിട്ട് തിരിച്ചു വരുന്നത് വൈകുന്നേരം രാത്രി ഇരുട്ടായിട്ട്. ലോകനാഥ് ഗോസ്വാമി ചിന്തിക്കുകയാണ്, എൻ്റെ ശിഷ്യൻ എവിടെ പോയി? കുറേ കാലത്ത് പോയതാണ്, കാണുന്നില്ല. കുറച്ച് മണ്ണെടുക്കാൻ പറഞ്ഞ് അയച്ചതാണ്, ആളെ കാണുന്നില്ല. കാലം കഴിഞ്ഞു, സമയം കുറേ പോയി. അദ്ദേഹം വന്നു. തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, നീ എവിടെയായിരുന്നു? ഞാൻ കാലത്ത് നിന്നെ വിട്ടതാണ്, ഈ മുറ്റത്തുനിന്ന് മണ്ണെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞതാണ്, നിന്നെ കണ്ടില്ല. പിന്നെ എവിടെയായിരുന്നു ഇത്രയും നേരം? അദ്ദേഹം പറയുവാണ്, ഞാൻ മണ്ണ് തപ്പി നടക്കുമായിരുന്നു, എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല. അവസാനം ഈ വൃന്ദാവനം കഴിഞ്ഞ് ഞാൻ പോയി, പിന്നീട് വേറെ എവിടെയോ എത്തിയിട്ട് അവിടെയാണ് ഞാൻ മണ്ണ് കണ്ടത്, അവിടെ നിന്ന് മണ്ണ് എടുത്തു കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് ഇത്രയും സമയമെടുത്തു. അപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നരോത്തം ദാസ് താക്കൂർ നമ്മുടെ ആചാര്യൻ 400 വർഷങ്ങൾ മുമ്പ് ഇവിടെ ഭൗമവൃന്ദാവനത്തിലും കൽപ്പവൃക്ഷങ്ങളും അതേപോലെ ചിന്താമണി രത്നങ്ങളെ കണ്ടിട്ടുള്ളൂ അദ്ദേഹം. അതാണ് ശുദ്ധഭക്തരുടെ ആ ഒരു ലെവൽ. എന്താണെങ്കിലും നമുക്കത് കാണണമെങ്കിൽ ഇപ്പോൾ അതിനുള്ള യോഗ്യതയില്ല, അതിനുള്ള ഒരു കോൺഷ്യസ്നെസ് നമ്മുടെ ഇല്ല. എന്നാൽ ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കും. അല്ലെങ്കിൽ എന്നാണോ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നമ്മൾക്ക് വരുന്നത്, അത്രയും ആത്മാർത്ഥതയോടുകൂടി നമ്മൾ എപ്പോഴാണ് ഭക്തി സേവനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അങ്ങനെ പതുക്കെ ഈ ക്വാളിറ്റീസൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം കാണാൻ പറ്റുമെന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇവിടെ കൽപ്പവൃക്ഷമായിട്ട് ഭാഗവതത്തെ പറയുന്നു. കൽപ്പവൃക്ഷമായിട്ട് വ്യാസദേവൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്രീമദ് ഭാഗവതല്ലേ, വേദങ്ങളെ കൽപ്പവൃക്ഷമായിട്ട് പറയുന്നു. വേദങ്ങളിൽ അപ്പോൾ കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്തും കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുവാണ് കൽപ്പവൃക്ഷങ്ങൾ. അപ്പോൾ അവിടെ പോയി ഭൗതിക തലത്തിലുള്ള നേട്ടങ്ങൾ ചോദിച്ചാലും കൽപ്പവൃക്ഷം കൊടുക്കും. അതായത് വേദങ്ങളിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പറയുന്നുണ്ട്, ഉപരിലോകങ്ങളിലേക്ക് പോകാൻ, സ്വർഗ്ഗലോകങ്ങളിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഭക്തിയുത സേവനങ്ങൾക്ക് വേണ്ടി ആരാണോ വേദങ്ങളെ സമീപിക്കുന്ന അതും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. കൽപ്പവൃക്ഷം പോലെയാണ്, ആരെന്ത് പോയി ചോദിക്കുന്നു അത് കൊടുക്കും. എന്നാൽ ആ കൽപ്പവൃക്ഷങ്ങളിൽ വെച്ച് ഗലിതം ഫലം, ആ കൽപ്പവൃക്ഷമാവുന്ന വേദങ്ങളെ കൽപ്പവൃക്ഷമായിട്ട് ഉപമിച്ചിരിക്കുന്നു. അതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മധുരമുള്ള, ആ ഒരു പഴുത്ത മധുരമുള്ള അമൃത് പോലുള്ള ഒരു പഴമായിട്ടാണ് ഇവിടെ ഉപമിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തെ. മനോഹരം. നിഗമ കൽപ്പതരോർ ഗലിതം ഫലം. ഗലിതം ഫലം എന്ന് പറഞ്ഞാൽ അതങ്ങനെ പഴുത്ത് നിൽക്കുവാണ്. പിന്നെ പറയുന്നു നമ്മുടെ ആചാര്യന്മാർ ഇതിനെ കൂടുതൽ
വിശദീകരിക്കുന്നുണ്ട്. ഈ പഴത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മാമ്പഴമാണ് എല്ലാ പഴങ്ങളിൽ വെച്ച് രാജാവ്, അല്ലേ? മാമ്പഴം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അൽഫോൺസോ മാമ്പഴമോ എന്തോ പറയും, അല്ലേ? നല്ല മാമ്പഴം ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല സാധാരണ. എന്നാൽ അപ്പോൾ എല്ലാ പഴങ്ങളിലും വെച്ച് രാജാവായിട്ട് പറയുന്നത് മാമ്പഴത്തെയാണ്. അപ്പോൾ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു അമൃത് പോലെ മധുരമുള്ള മാമ്പഴം, അതിന് തൊലിയില്ല, അതിൻ്റെ അകത്ത് കുരുവില്ല, അതിൽ ആ പഴം മാത്രം എന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. തൊലി എന്ന് പറയുന്നത്, കുരു എന്ന് പറയുന്നതും നമ്മൾ കഴിക്കാത്തതാണ് മാമ്പഴത്തിൻ്റെ, അല്ലേ? എന്നാൽ ആ എസെൻസ് എന്താണ്? അതിൻ്റെ ആ ഒരു ഭാഗം, പഴഭാഗം. അതേപോലെയാണ് ശ്രീമദ് ഭാഗവതം. വേദങ്ങൾ മുഴുവൻ എടുക്കുകയാണെങ്കിൽ, കാര്യം ശ്രീമദ് ഭാഗവതത്തിൻ്റെ, അപ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടെയുണ്ട്. അങ്ങനെയുള്ളൊരു മാമ്പഴം എവിടെ നിന്ന് കടിച്ചാലും ഒരേപോലെയാണ്, വ്യത്യാസമില്ല. അതേപോലെയാണ് ശ്രീമദ് ഭാഗവതം. പഴുത്ത അമൃത് പോലുള്ള മധുരമുള്ള മാമ്പഴം എവിടെ നിന്ന് കടിക്കുവാണെങ്കിലും, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധമാവട്ടെ, രണ്ടാമത്തെ സ്കന്ധമാവട്ടെ, 5 ആവട്ടെ, 10 ആവട്ടെ, എല്ലാ സ്കന്ധങ്ങളും ഒരേപോലെയാണ്, മധുരമാണ്. അങ്ങനെയുള്ള കൽപ്പവൃക്ഷത്തിൽ നിന്നുള്ള പഴുത്ത മാമ്പഴം പോലെയാണ് ശ്രീമദ് ഭാഗവതം. അതായത് എസെൻസ് ആണ് എന്ന് പറയുന്നു. എല്ലാ വേദങ്ങളുടെയും സാരം ആണ് ശ്രീമദ് ഭാഗവതം, അതാണ് പറയുന്നത്. ഇനി ഈയൊരു പഴത്തിന് ഇനിയും പ്രത്യേകതയുണ്ട്. പറയുന്നു, ശുഖമുഖാത് അമൃത ദ്രവ സംയുതം. ഈ ഒരു പഴം എങ്ങനെയാണ്? മാമ്പഴം സങ്കല്പിക്കുക. ഈ നേരത്തെ പറഞ്ഞ പോലെ തൊലിയില്ലാത്ത, കുരുവില്ലാത്ത മാമ്പഴം, അത്രയും മധുരമുള്ള അമൃത് പോലുള്ള മാമ്പഴം. അങ്ങനെയുള്ളൊരു മാമ്പഴം ഇവിടെ പറയുന്നു, ശുഖമുഖാത് അമൃതദ്രവ സംയുതം. ഇത് ആരാണ് ടേസ്റ്റ് ചെയ്യുന്നത്? ശുഖ എന്ന് ഉദ്ദേശിക്കുന്നത് ശുഖദേവ് ഗോസ്വാമി. അതേപോലെ തന്നെ ശുഖ എന്ന് പറഞ്ഞാൽ തത്ത എന്നുള്ള അർത്ഥം കൂടെ വരുന്നു. ശുഖദേവ് ഗോസ്വാമി ആവുന്ന തത്ത ഈ മാമ്പഴം ടേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, മാമ്പഴം അല്ലെങ്കിൽ ഏത് ഫ്രൂട്ട് ആവട്ടെ, അത് തത്ത വന്ന് ഒന്ന് കൊത്തിക്കഴിഞ്ഞാൽ ആ പഴത്തിൻ്റെ സ്വാദ് കൂടും എന്നുള്ളത്, അതിൻ്റെ പഴുപ്പ് കൂടും, അതിൻ്റെ രുചി കൂടും, മധുരം കൂടും എന്നുള്ളത്. അതേപോലെ ഇവിടെ വേദങ്ങളുണ്ട്, അതിൽ നിന്നുള്ള ഗലിതം ഫലമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം ഓൾറെഡി ഉണ്ട്. എന്നാൽ ആ ശ്രീമദ് ഭാഗവതം ശുഖദേവ് ഗോസ്വാമി ആവുന്ന തത്ത വന്ന് കടിക്കുന്നു, അല്ലെങ്കിൽ കൊത്തുന്നു, കഴിക്കുന്നു. എന്നിട്ട് അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ മധുരം കൂടുന്നു, അതിൻ്റെ പഴുപ്പ് കൂടുന്നു, മധുരം കൂടുന്നു. അപ്പോൾ ഓൾറെഡി പഴുത്തിരിക്കുവാണ്, ഗലിതം ഫലമാണ് ഭാഗവതം. ഇനി ആ ശുഖദേവ് ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് ആ ഭാഗവതം വരുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ മധുരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ സങ്കല്പത്തിലില്ലാത്ത സംഭവം. അതാണ് ഭാഗവതം. അതാണ് പറയുന്നത്, ശുഖദേവ് ഗോസ്വാമിയുടെ ആ തിരുമുഖത്തിൽ നിന്ന്. കാരണം ശുഖദേവ് ഗോസ്വാമി ആ പരമശുദ്ധ ഭക്തനാണ്. പരിശുദ്ധ ഭക്തനായിട്ടുള്ള ശുഖദേവ് ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ മാധുര്യം ഒന്നുകൂടെ കൂടി. അതാണ് ഇവിടെ പറയുന്നത്. ശുഖദേവ് ഗോസ്വാമി രാധാറാണിയുടെ തത്തയാണ് എന്നും പറയുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ. എവിടെ? ഗോലോക വൃന്ദാവനത്തിൽ. അപ്പോൾ ശുഖദേവ് ഗോസ്വാമിക്ക് അറിയാത്ത കാര്യങ്ങളില്ല. അദ്ദേഹത്തെക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു വ്യക്തി ഭാഗവതം അറിയുന്ന ആളുണ്ടാവില്ല. കാര്യം ഭാഗവതം ഭഗവാനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദശമസ്കന്ധത്തിലൊക്കെ നോക്കണം. ദശമസ്കന്ധമൊക്കെ നമ്മളിനി എപ്പോഴെത്തുമെന്നറിയില്ല, ഏത് വർഷം എത്തുമെന്നറിയില്ല. എന്നാലും ശുഖമുഖാത്, അവിടെ ശുഖദേവ് ഗോസ്വാമി ത്രൂ ഔട്ട് ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാലും ദശമസ്കന്ധത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാധുര്യം, ആ ഒരു സ്വീറ്റ്നെസ് മനസ്സിലാക്കാൻ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ എക്സ്പ്ലനേഷൻ, ഭാഗവതം ശ്ലോകങ്ങൾ പറയുന്നത്. അപ്പോൾ അതാണ് ശ്രീമദ് ഭാഗവതം ഓൾറെഡി ഉണ്ട്. എന്നാൽ അതിൽ ഗലിതം ഫലമാണ്. എന്നാൽ ശുഖദേവ് ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് വന്നപ്പോൾ അതിൻ്റെ മാധുര്യം കൂടുന്നു. ഇനി വ്യാസദേവൻ അപ്പോൾ അതുകൊണ്ട് പറയുവാണ്, പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭൂയി ഭാവുക. അതുകൊണ്ട് ദയവ് ചെയ്ത് വരൂ, ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളെല്ലാവരെയും.
എന്തിനാണ്? ഈ ശ്രീമദ് ഭാഗവതത്തെ രസിക്കാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. മുഹുറഹോ രസിക ഭുവി ഭാവുക. എല്ലാവരും ഇത് ആസ്വദിച്ചിട്ടുണ്ട്. ഈവൻ മുക്തരായിട്ടുള്ളവർക്ക് പോലും ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് ഈ ഭാഗവതം. അതായത് നമ്മളെപ്പോലുള്ള, നമ്മളാരും മുക്തരല്ല, നമ്മൾ ബദ്ധരാണ് അല്ലേ? നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ബന്ധനസ്ഥരായിരിക്കുന്നു. നമ്മളിവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്, എന്നാൽ മുക്തരല്ല. എന്നാൽ മുക്താത്മാക്കൾക്ക് പോലും ആകർഷണീയമാണ് ശ്രീമദ് ഭാഗവതം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീമദ് ഭാഗവതം പരീക്ഷിത് മഹാരാജാവിന് ശുകദേവ് ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഗംഗാതീരത്തിരുന്ന് പറയുമ്പോൾ, ഗംഗാതീരമാണെന്ന് ഭാഗവതം പറയുന്നു, നമ്മുടെ വേറെ ആചാര്യന്മാർ പറയുന്നു ഗംഗാതീരം എന്ന് ഉദ്ദേശിക്കുന്നത് യമുനാ തീരമാണെന്നുള്ളത്. എന്താണെങ്കിലും യമുന ആണെങ്കിലും ഗംഗയാണെങ്കിലും രണ്ടും പുണ്യനദികളാണ്, രണ്ടും വ്യത്യാസമില്ല നമ്മളെ സംബന്ധിച്ച്. ഒന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങൾ കഴുകിക്കൊണ്ടുവരുന്ന ഗംഗാനദി, യമുനയാണെങ്കിൽ ഭഗവാൻ അവിടെ ആ യമുനയിൽ ചാടി കുളിച്ചിട്ടുള്ള യമുനാ നദി. അപ്പോൾ യമുനയാണ് ശ്രേഷ്ഠമെന്നുള്ളത് പ്രഭുപാദ് വേറൊരു ഭാവത്തിൽ പറയുന്നുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോൾ വായിക്കാം, കുറേ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് വായിക്കും. ഓക്കെ, എനിവേ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു ഗംഗാ നദി എന്ന് ഉദ്ദേശിക്കുന്നത് യമുനാ നദിയാണെന്നുള്ളത്. എന്താണെങ്കിലും യമുനാ തീരത്തിരുന്ന് ശില ശുകദേവ് ഗോസ്വാമി ശ്രീമദ് ഭാഗവതം പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് 7 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പരീക്ഷിത് മഹാരാജാൻ്റെ കയ്യിൽ. ആ സമയത്ത് അദ്ദേഹം മാത്രമല്ല, ഒരുപാട് ഋഷിവര്യന്മാരുണ്ടായിരുന്നു. ദേവർഷി നാരദരുണ്ട്, വ്യാസദേവനുണ്ട്, വ്യാസദേവൻ്റെ അച്ഛനുണ്ട്, വ്യാസദേവൻ്റെ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പേര്. പിന്നെ വശിഷ്ഠ മുനി, വിശ്വാമിത്ര മുനി, പരശുരാമൻ, ഇല്ലാത്ത വരിഷ്ഠരായിട്ടുള്ള വ്യക്തികളിൽ എല്ലാവരും, എല്ലാ ലോകങ്ങളിൽ നിന്നുമുള്ള വരിഷ്ഠരായിട്ടുള്ള ഋഷിവര്യന്മാരും ഉണ്ടായിരുന്നു അവിടെ. അതാണ് അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു ഒക്കേഷനായിരുന്നു ശ്രീമദ് ഭാഗവതം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അപ്പോൾ ശുകദേവ് ഗോസ്വാമി ശുഖമുഖാത് അമൃത ദ്രവ സംയുതം, ശുകദേവ് ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് വന്ന ഭാഗവതം കേൾക്കാൻ ഈ എല്ലാവരും, ഈ പറയുന്ന എല്ലാ ആളുകളും എത്രയോ സീനിയറായിട്ടുള്ള ആളുകളാണ്, മറ്റുള്ള യുഗങ്ങളിലുള്ള വ്യക്തികളാണ്. നമ്മൾ പറഞ്ഞ വശിഷ്ഠ മുനിയും വിശ്വാമിത്ര മുനിയൊക്കെ, വ്യാസദേവനടക്കം എല്ലാവരും അവിടെ ഇരുന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുമായിരുന്നു. അത്രമാത്രം മാധുര്യമാണ് ശുകദേവ് ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് അത് വന്നപ്പോൾ. ഈവൻ വ്യാസദേവന് പോലും അത്ഭുതമായി. ഇതെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് അദ്ദേഹമാണ്, ശ്രീമദ് ഭാഗവതം. എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ മകൻ ശുദ്ധഭക്തനായിട്ടുള്ള ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് കേട്ടപ്പോൾ മുഹുറഹോ രസിക ഭുവി ഭാവുക. ശിലപ്രഭുപാദിയുടെ മനോഹരമായിട്ടുള്ള ഭാവാർത്ഥം. ശിലപ്രഭുപാദ് പറയുന്നു ശ്രീമദ് ഭാഗവതം പോലെ വേറെ ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എല്ലാ വേദങ്ങളുടെയും സാരമാണ്, ക്രീമാണെന്ന് പറയുന്നു. സാരാംശം ഇതിനപ്പുറത്തൊന്നുമില്ല. അതാണ് ശ്രീമദ് ഭാഗവതം. എല്ലാ വേദങ്ങളും എടുത്ത് ഒന്ന് കടഞ്ഞു കഴിഞ്ഞാൽ ആ കടയുമ്പോൾ പുറത്തു വരുന്ന അതിൻ്റെ സാരമാണ്. ഇപ്പോൾ തൈര് കടഞ്ഞ് വെണ്ണ ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ ക്രീം പുറത്തേക്ക് വരുന്ന പോലെ, അങ്ങനെയാണ് വേദങ്ങളെല്ലാം ഒന്ന് കടഞ്ഞു കഴിഞ്ഞാൽ അതിൽ പുറത്തു വരുന്ന ആ ഒരു എസെൻസാണ്, ക്രീമാണ് ശ്രീമദ് ഭാഗവതം. അതാണ് പറയുന്നത്. ഇതിനപ്പുറത്തൊന്നുമില്ല. ശ്രീമദ് ഭാഗവതം പുരാണം അമല പുരാണമാണ് ശ്രീമദ് ഭാഗവതം. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, എല്ലാ കൈതവ ധർമ്മങ്ങളെയും മാറ്റിവെച്ച് പഞ്ചമ പുരുഷാർത്ഥമായിട്ടുള്ള പരിശുദ്ധ ഭക്തിയെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്നു ശ്രീമദ് ഭാഗവതത്തിൽ, വേറെ ഒന്നും പറയുന്നില്ല. പിന്നെ പറയുന്നു ഇവിടെ ശീല പ്രഭുപാദി മുന്നോട്ട് പറയുന്നു, ബ്രഹ്മാവ് മുതൽ താഴെയുള്ള ഉറുമ്പ് വരെ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ആനന്ദം എന്ന് പറയുന്ന ആനന്ദം, അല്ലെങ്കിൽ സന്തോഷം, പ്ലഷർ, ആനന്ദം എന്ന് പറയുന്ന ഒരു ഭാവം എല്ലാവരിലും ഉണ്ട്. അത് ചെറിയൊരു ഉറുമ്പാവട്ടെ, ഉറുമ്പിനാണെങ്കിൽ നല്ല മധുരമുള്ള പഞ്ചസാര ശർക്കരയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻജോയ് ചെയ്യും. അതിനാഗ്രഹമുണ്ട് അങ്ങനെ മധുരമുള്ള കഴിക്കാൻ. അതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അത് രസം ആസ്വദിക്കാൻ, അതാണ് പറയുന്നത്. പ്രഭുപാദ് പറഞ്ഞത് ആ രസം ആസ്വദിക്കാനുള്ള ഒരു ഭാവം, ആഗ്രഹം എല്ലാവരിലും ഉണ്ട്. എന്നിട്ട് പ്രഭുപാദ് പറയുന്നു ഇവിടെ പലതരത്തിലുള്ള രസങ്ങളുണ്ട് എന്നുള്ളത്.
അതിൽ 12 രസങ്ങളാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 5 രസങ്ങൾ നമുക്കറിയാം. ഇനി അത് മുഖ്യരസങ്ങളുമുണ്ട്, ഗൗണരസങ്ങളുമുണ്ട്. മുഖ്യമായിട്ടുള്ള രസങ്ങളാണ് ശാന്ത, ദാസ്യ, സഖ്യ, വാത്സല്യ, മാധുര്യ. 5 ഭാവങ്ങൾ, 5 രസങ്ങൾ. ഇനി അതല്ലാതെ ഗൗണരസങ്ങളുണ്ട്. രൗദ്ര, അദ്ഭുത, അതേപോലെ ഹാസ്യ, വീര, ദയ, പിന്നെ ഭയാനക, ബീഭത്സ, അതെല്ലാം ഗൗണരസങ്ങൾ. അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്രൈമറി രസ, സെക്കൻഡറി രസ എന്ന് പറയും. മുഖ്യരസ, ഗൗണരസ, ഇതാണ്. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പറയുന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് അത് കൃഷ്ണപ്രേമമാവുന്നത്. കൃഷ്ണപ്രേമത്തിൽ ഇതെല്ലാം ഉണ്ട്. പരിശുദ്ധ പ്രേമത്തിൽ ഇതെല്ലാം ഉണ്ട്, എല്ലാ ഭാവങ്ങളും ഉണ്ട്. ഇനി നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ മാധുര്യ രസത്തിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച്, മാധുര്യ രസത്തിൽ ബാക്കിയുള്ള താഴെയുള്ള എല്ലാ ഭാവങ്ങളും അതിൽ വരുന്നു. അതേപോലെയാണ് ഓരോ ഭാവത്തിലും ഓരോ രസങ്ങളിലും ഈ പറയുന്ന ആ ഒരു അതിൻ്റെ എസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, പ്രഭുപാദ് പറയുന്നത് ഈ രസങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് പ്രേമം എന്ന് പറയുന്നത്. പ്രേമം എന്ന് പറയുന്നത് പ്രഭുപാദ് ഇവിടെ പറയുന്നു. എന്നിട്ട് പ്രഭുപാദ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, സാധാരണ നമ്മളെപ്പോലുള്ള വിഡ്ഢികളായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി അദ്ദേഹം ഒരു ഭൗതിക തലത്തിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതാണ്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നതിൽ അതിൽ ചിലപ്പോൾ രൗദ്രം ഉണ്ടാവാം, ചിലപ്പോൾ അത്ഭുതം ഉണ്ടാവാം, ചിലപ്പോൾ ഭയാനകം ഉണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം അല്ലേ. അങ്ങനെ ആ ഗൗണരസങ്ങളും കുറച്ച് കുറച്ച് കാണാം, മുഖ്യമായിട്ടുള്ള രസങ്ങളും ഉണ്ട്. ഇത് വളരെ എന്താ പറയുക, വളരെ സ്ഥൂലമായിട്ടുള്ള ഉദാഹരണമാണ് പ്രഭുപാദ് പറയുന്നത്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. കാര്യം ഈ രസങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. രസം എന്നുദ്ദേശിക്കുന്നത് ആ റിലേഷൻഷിപ്പിൽ തോന്നുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ പ്രേമമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള എല്ലാ ഭാവങ്ങളും ഈ ഭൗതിക ലോകത്തിലെ രസം അല്ലെങ്കിൽ പ്രേമമാവട്ടെ അതെല്ലാം തലതിരിഞ്ഞതാണ്. അത് നമ്മൾ ഓർക്കണം. ആധ്യാത്മിക തലത്തിലുള്ളത് വ്യത്യാസമുണ്ട്. എന്നാലും അതെന്താണെന്ന് അറിയാൻ വേണ്ടി പ്രഭുപാദ് നമ്മളെ ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നു എന്ന് മാത്രം. എന്നാൽ ഇവിടെ പറയുന്ന രസം, ഭാവം എന്ന് പറയുന്നത് ശാന്തരസം മുതൽ മാധുര്യരസം അല്ലെങ്കിൽ ഏത് ഭാവമാണ് ആവട്ടെ, ഇതെല്ലാം ആത്മീയ തലത്തിലുള്ള രസങ്ങളാണ്. ഇവിടെയുള്ളത് നേരെ തലതിരിഞ്ഞിട്ടുള്ള ഇതിൻ്റെ വേർഷൻസാണ്. അത് ശരിക്കുള്ളതല്ല, ഒറിജിനലല്ല. അതുകൊണ്ടാണ് പറയുന്നത് അവിടെയുള്ള കൃഷ്ണപ്രേമത്തെ ഇവിടെ നേരെ തലതിരിഞ്ഞിട്ടാണ്. ഇവിടെ കാമം എന്ന് പറയുന്നത് ആണ് ഇവിടെ ഏറ്റവും ഉള്ളത്. ശരീരത്തോട് തോന്നുന്ന ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി അവിടെയില്ല. അവിടെ ശരീരത്തിലല്ല, ശരീരബോധത്തിലേ എല്ലാവരും ആത്മീയ തലത്തിലാണ്. അവിടെ രസം ആസ്വദിക്കുന്നുണ്ട്, ആ ഒരു ആനന്ദം കിട്ടുന്നുണ്ട് എല്ലാവർക്കും. പക്ഷേ ഇവിടെയുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, പ്രഭുപാദ് പറയുന്നതാണ്, ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന സുഖമല്ല അവിടെയുള്ളത്. ഇവിടെയുള്ളത് അതാണ്. ഭൗതിക ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളും കൂടെ ആ ഒരു ഒരയുമ്പോൾ ആണ് ഇവിടെ സുഖങ്ങൾ വരുന്നത്. എല്ലാ സുഖങ്ങളും അങ്ങനെയാണ്, ഭൗതിക തലത്തിലുള്ള എന്ത് സുഖം ആണെങ്കിലും. എന്നാൽ ആത്മീയ തലത്തിലുള്ള അങ്ങനെയല്ല. അവിടെ പരമാനന്ദം എന്ന് പറയുന്നത് വേറൊരു സംഭവമാണത്. അത് ഭക്തിരസം നമുക്ക് ഒരിക്കലും ഇതുമായിട്ട് ജഡരസമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെയുള്ളത് ജഡരസങ്ങളാണ് എന്താണെങ്കിലും. നമ്മൾ ഇപ്പോൾ ഭക്തിരസം ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വഴിയിലാണ്, നമ്മൾ അതിൻ്റെ മാർഗത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വഴിയാണ് ഭക്തിയുത സേവനങ്ങൾ, അതിനുള്ള വഴിയാണ് ഭക്തി എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ. അതിലുള്ള ആനന്ദം എങ്ങനെ മനസ്സിലാവുന്നു നമുക്ക് കൂടുതൽ നമ്മൾ ഇതിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ വേറെ വഴിയില്ല. അതിലോട്ട് ഇറങ്ങുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ തിയറിറ്റിക്കലി നമ്മൾ പുസ്തകം വായിച്ചുകൊണ്ട് കാര്യമില്ല. പുസ്തകം വായിക്കുമ്പോൾ അറിയാം മാധുര്യരസം അല്ലെങ്കിൽ വാത്സല്യരസം എന്നൊക്കെ നമുക്ക് വായിക്കാം എന്നല്ലാതെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി അതിനുള്ള മാർഗം എന്താണ്? ഒരു പരിശുദ്ധ ഭക്തനെ കണ്ടുപിടിച്ച് ശുദ്ധഭക്തനെ കണ്ടുപിടിക്കുന്നു, ശാസ്ത്രങ്ങൾ അവരിൽ നിന്ന് പഠിക്കുന്നു. അതായത് ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കുന്നു, ശാസ്ത്രങ്ങൾ പഠിക്കുന്നു, എന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വൈദിക സാധന ഭക്തിയിലൂടെ നമുക്ക് ആ രാഗഭക്തിയിലേക്ക് വരാൻ സാധിക്കും.
രാഗഭക്തി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ഭക്തിയാണ്. രൂപഗോസ്വാമി പറയുന്നു. വൈദിഭക്തി എന്ന് പറയുമ്പോൾ വൈദ്യസാധന ഭക്തിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് നിബന്ധനകളും ചിട്ടകളോടുകൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന 16 മാല സംഖ്യ ജപിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് നിബന്ധനകളൊക്കെ വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ രാഗഭക്തിയിൽ ഇതിനപ്പുറത്തേക്ക് പോവും, ഭാവമേ മാറും. അപ്പോൾ 24 മണിക്കൂറും നമ്മുടെ ചിന്തയിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അറ്റ്ലീസ്റ്റ് ഈവൻ 16 മാല ജപിക്കാൻ ഇരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ശ്രദ്ധയില്ല. പിന്നെയാണോ ബാക്കിയുള്ള സമയത്ത്, ബാക്കിയുള്ള 24 മണിക്കൂറിൻ്റെ ബാക്കി സമയത്ത് എങ്ങനെ നമ്മൾ ഭഗവാനെ ഓർക്കാൻ സാധിക്കുന്നില്ല. ജപിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേ ഓർമ്മയില്ല, ബിക്കോസ് നമ്മുടെ ചിന്ത വേറെ എവിടെയാണ്. രാഗഭക്തി അങ്ങനെയല്ല. രാഗഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാസമയം ഭഗവാന്റെ ചിന്തകൾ മാത്രം. എങ്ങനെയാണ് നമ്മൾ അത് കാണാം. വൃന്ദാവന വ്രജവാസികൾക്ക് ഉള്ള ആ ഭക്തി, രാഗഭക്തി, അവർ രാഗാത്മീയ ഭക്തിയാണ്. അപ്പം അവരെ പിന്തുടരുന്നവർ രാഗാനുഗരെന്ന് വിളിക്കും. ഇതെല്ലാം രൂപഗോസ്വാമി ഉപദേശാമൃതത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്താണെങ്കിലും പറഞ്ഞെന്ന് മാത്രം. ഈ രസങ്ങളെ ആസ്വദിക്കാൻ അതിനുള്ള ശരിയായിട്ടുള്ള രസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്. അത് ഇവിടെ കിട്ടില്ല, ആധ്യാത്മലോകത്തിലേ ഉണ്ടാവുള്ളൂ. പിന്നീട് പ്രഭുപാദ ഇവിടെ മുന്നോട്ട് പറയുന്നു ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആ രസത്തെക്കുറിച്ച്. അപ്പോൾ ശ്രീമദ് ഭാഗവതം എങ്ങനെ കേൾക്കണമെന്നും അദ്ദേഹം പറയുന്നു. അതായത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആരാണോ ഭാഗവതം കേൾക്കുന്നത്, ശരിയായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് കേൾക്കുന്നത്, അങ്ങനെ കേൾക്കുമ്പോൾ ഈ ഭാവങ്ങളും രസങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ വരുമെന്നാണ് പറയുന്നത്. നാരദമുനി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നു, ഭാഗവതം എഴുതാൻ പറയുന്നു, അല്ലേ? നാരദമുനി കേൾക്കുന്നത് ബ്രഹ്മാവിൽ നിന്ന് ഭാഗവതം കേട്ടു. ഭഗവാൻ നേരിട്ട് ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 2ാമത്തെ സ്കന്ധത്തിൽ അത് കാണും. ചതുശ്ലോകി ഭാഗവതം വരുന്നുണ്ട്. അവിടെ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതിന് ശേഷം ഈ ഒരു ബ്രഹ്മാണ്ടത്തിന് ഗർഭോദകശായി വിഷ്ണു ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വിഷ്ണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭാഗവതം. ഭാഗവതത്തിൻ്റെ സാരം പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് ആ ഭാഗവതം തന്നെയാണ് നാരദമുനിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ബ്രഹ്മാവ്. പിന്നീട് നാരദമുനി വ്യാസദേവൻ്റെ ഹൃദയത്തിലേക്ക് ഇത് കൂടുതൽ കൊടുക്കുന്നു. വ്യാസദേവൻ ഓൾറെഡി ഭഗവാന്റെ ശക്തി ആവശ്യ അവതാരമാണ്. കൂട്ടത്തിൽ നാരദമുനിയുടെയും കൂടെ ആ ഒരു എക്സ്പ്ലനേഷൻ വരുന്നു. നാരദമുനിയും കൂടെ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അങ്ങനെ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു. പിന്നീട് വ്യാസദേവൻ ശുകദേവ് ഗോസ്വാമി കൊടുക്കുന്നു. ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് കൊടുക്കുന്നു. ആ സഭയിലിരിക്കുന്ന സൂത ഗോസ്വാമി കേൾക്കുന്നു. മറ്റുള്ള ഒരുപാട് വരിഷ്ഠരായിട്ടുള്ള ഭക്തരെ കേൾക്കുന്നു. എല്ലാവരും കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഭാഗവതം താഴോട്ട് വരുന്നത്. എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ട് ഇത് തൊണ്ട ചെറിയ തടസ്സം വരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ശീലപ്രഭാത് പറയുന്നു പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച്. പരീക്ഷിത് മഹാരാജാവിന് അവസാനത്തെ 7 ദിവസമാണ് ഇത് കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 7 ദിവസം എല്ലാം ഉപേക്ഷിച്ച് ത്യക്ത്വ തൂർണമശേഷ മണ്ഡലപതി ശ്രേണിം സദാ തുച്ഛവത്. അത് ഗോസ്വാമിമാരെ കുറിച്ച് പറയുന്നതാണ്. പരീക്ഷിത് മഹാരാജാവും അതേപോലെ തന്നെ ലോകം മുഴുവനും ഭരിച്ചുകൊണ്ടിരുന്ന പരീക്ഷിത് മഹാരാജാവ് എല്ലാം ഉപേക്ഷിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ച് കൗപീനം മാത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം ശുകദേവ് ഗോസ്വാമിയുടെ അടുത്തിരിക്കുന്നു. എന്നിട്ട് ഭാഗവതം കേൾക്കുന്നു. ഒന്നും കഴിക്കാതെ, ജലപാനം മൂലമില്ലാതെ. ഇടയിൽ ചോദിക്കുന്നുണ്ട്, ശുകദേവ് ഗോസ്വാമി ചോദിക്കുന്നുണ്ട്, ഓ രാജൻ, അങ്ങ് വെള്ളം പോലും കുടിച്ചിട്ടില്ല, ബ്രേക്ക് വേണോ? ശുകദേവ് ഗോസ്വാമി അങ്ങനെ ഡയറക്റ്റ്ലി ചോദിക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ അദ്ദേഹം ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇടയിൽ. ചില കാര്യങ്ങൾ ശുകദേവ് ഗോസ്വാമി സ്പീഡ് കൂട്ടും. അപ്പോൾ പരീക്ഷിത് മഹാരാജ് പറയും, നിർത്തൂ. അങ്ങ് ഇദ്ദേഹം പതുക്കെ ഓരോ ലീലയിൽ നിന്ന് അടുത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം സമയം അത്രയേ ഉള്ളൂ. എന്നാൽ പരീക്ഷിത് മഹാരാജാവ് അവിടെ നിർത്തിക്കും. എന്നിട്ട് പറയും, നേരത്തെ പറഞ്ഞതൊന്നും കൂടെ പറയാമോ, കൂടുതൽ പറയാമോ, എനിക്ക് കൂടുതൽ കേൾക്കണമെന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനില്ല. പ്രഭുപാദ ഇവിടെ പരീക്ഷിത് മഹാരാജാവിനെ സ്തുതിക്കുന്നുണ്ട് ഈ പാവാർത്ഥത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ. പരീക്ഷിത് മഹാരാജാവിനെ ഒന്ന് ഓർത്തു നോക്കൂ. അദ്ദേഹത്തിന് അറിയാം 7 ദിവസമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കയ്യിലെന്നുള്ളത്. പ്രഥമ സ്കന്ധം മുതൽ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി 2ാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ആദ്യത്തെ സ്കന്ധത്തിൽ കുറേ കഥയുണ്ട്. 2ാമത്തേൽ പ്രവേശിക്കുമ്പോൾ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. 3ാമത്തെ സ്കന്ധത്തിലും സൃഷ്ടിയെക്കുറിച്ച് കുറേ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഫിലോസഫിക്കലായിട്ടുള്ള സെക്ഷൻസാണ്. അവിടെ കഥകളൊന്നുമില്ല.
എങ്ങനെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നു, ഭൗതിക ലോകം സൃഷ്ടിക്കുന്നു, എങ്ങനെ ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു, അതിനുശേഷം ത്രിഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് വായു, ശബ്ദം, വായു, ഈ പറയുന്ന എല്ലാം, എല്ലാ മൂലകങ്ങൾ എങ്ങനെ സൃഷ്ടിക്കുന്നു, ഇതെല്ലാമാണ് പഠിക്കുന്നത്. കംപ്ലീറ്റ്ലി ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ സ്കന്ധം മുഴുവനും. മൂന്നാമത്തെ സ്കന്ധത്തിൻ്റെ പകുതിയും മുക്കാൽ ഭാഗവും ഇത് തന്നെയാണ്. സാഖ്യയോഗമാണ് പറയുന്നത്. നാലാമത്തെ സ്കന്ധം മുതലാണ് കഥകൾ തുടങ്ങുന്നത് പതുക്കെ. നമ്മുടെ ധ്രുവ മഹാരാജാവിൻ്റെ ചരിത്രം മുതൽ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇനി അഞ്ചാമത്തെ സ്കന്ധത്തിൽ വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഭരത മഹാരാജിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് കംപ്ലീറ്റ്ലി കോസ്മോളജിയാണ്. കോസ്മോളജി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ, ജംബുദ്വീപിനെക്കുറിച്ചും പല ദ്വീപുകളെക്കുറിച്ചും, എങ്ങനെ നമ്മുടെ ബ്രഹ്മാണ്ടങ്ങളെ, ഈ ഒരു ഭൂമണ്ഡലത്തെക്കുറിച്ചും അങ്ങനെ ഒരുപാട് എക്സ്പ്ലനേഷനാണ് കംപ്ലീറ്റ്ലി അവിടെ ഉള്ളത്. ഫുള്ളി ടെക്നിക്കലാണ്. എന്നാൽ പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞില്ല, ഓ ശുകദേവ് ഗോസ്വാമി അങ്ങ് സ്പീഡ് കൂട്ടൂ, എനിക്ക് ഇതൊന്നും കേൾക്കണമെന്ന് ആഗ്രഹമില്ല, നേരെ നമുക്ക് നേരെ ദശമസ്കന്ധത്തിലേക്ക് പോയി ഭഗവാന്റെ ലീലകൾ പറയൂ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ശുകദേവ് ഗോസ്വാമി പല സമയങ്ങളിലും സ്പീഡ് അതായത് വേറെ ടോപ്പിക്കിലേക്ക് മാറുമ്പോൾ പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തെ നിർത്തും. എന്നിട്ട് പറയും, ഇതൊന്നും കൂടെ പറയാൻ പറയും, കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. പരീക്ഷിത് മഹാരാജാവിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. സമയവും ഇല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ. പരീക്ഷിത് മഹാരാജാവ് നമ്മളെ പഠിപ്പിക്കുന്നു. പ്രഭുപാദ് ഇവിടെ ഈ ഭാവാർത്ഥത്തിൻ്റെ അവസാനത്തോടു കൂടി പറയുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു, അതായത് നേരെ തന്നെ ഭഗവാന്റെ ലീലകളിലേക്ക് ചാടാതെ അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷിത് മഹാരാജാവ് നമ്മളെ പഠിപ്പിച്ചു തരുവാണ്. 7 ദിവസം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, എന്നിട്ടും അദ്ദേഹം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹം ചാടിയിട്ടില്ല, ചാടിപ്പോയി അത് വേണമെന്ന് പറഞ്ഞില്ല, ദശമസ്കന്ധം മാത്രം മതി എന്ന് പറഞ്ഞിട്ടില്ല. സിസ്റ്റമാറ്റിക്കായിട്ട്. നമ്മുടെ കയ്യിൽ നോട്ടീസില്ല 7 ദിവസം, എന്നാലും നമ്മൾ 7 ദിവസത്തിനും കുറവായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. അപ്പോൾ നമുക്കും ആ ക്ഷമ വേണമെന്നാണ് പറയുന്നത്. ആ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാനാണ് പരീക്ഷിത് മഹാരാജാവും മറ്റുള്ള എല്ലാ ആചാര്യന്മാരും നമ്മളെ കാണിച്ചു തരുന്നത്. ഇനി ഇവിടെ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മുക്താത്മാവാണ് പരീക്ഷിത് മഹാരാജാവ്. കാര്യം ഭഗവാൻ നേരിട്ട് വന്ന് രക്ഷിച്ചു അദ്ദേഹത്തെ. പരീക്ഷിത് മഹാരാജാവിനെ പോലെ വേറെ ഒരു വ്യക്തിയില്ല. ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം വന്നതിന് ശേഷം, അദ്ദേഹം പുറത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും, അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അത്ഭുത കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ. അതായത് അദ്ദേഹത്തിൻ്റെ ജന്മം വളരെ സ്പെഷ്യലാണ്, അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ വളരെ സ്പെഷ്യലാണ്, അദ്ദേഹത്തിൻ്റെ അവസാനവും മരണവും വളരെ സ്പെഷ്യലാണ്. പരീക്ഷിത് മഹാരാജാവിൻ്റെ തുടക്കവും അവസാനവും നടുക്കിലുള്ളതും എല്ലാം സ്പെഷ്യലാണ്. ഇതുപോലെ ആരും ഉണ്ടാവില്ല. എല്ലായിടത്തും നമുക്ക് ഭഗവാനെ കാണാം. അദ്ദേഹം ജനിക്കുന്നേക്കാൾ മുമ്പ് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. വിഷ്ണുരാത് എന്നാണ് വിളിക്കുന്നത്. ഗർഭത്തിലേക്ക് പ്രവേശിച്ച് രക്ഷിക്കുന്നു. ഉത്തരദേവി കരഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ, പാഹി പാഹി മഹായോഗീൻ ദേവ ദേവ ജഗത്പദേ നാന്യം തദ് അഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ആ സമയത്ത് ഭഗവാൻ കയറുന്നു, രക്ഷിക്കുന്നു. അല്ലേ? അതാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ കർമ്മത്തെക്കുറിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഭഗവത് ഭാവത്തിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പിന്നെ അവസാന സമയം ഭാഗവതം അദ്ദേഹം കാരണം പരീക്ഷിത് മഹാരാജാവിൻ്റെ കൃപ കൊണ്ട് നമുക്ക് ഭാഗവതം കിട്ടി. ശുകദേവ് ഗോസ്വാമി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതിൽ ആ ഒരു രാജ്ഭോഗ പ്ലേറ്റ് പ്രസാദം, അതിൻ്റെ ഒരു ചെറിയൊരു കണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പരീക്ഷിത് മഹാരാജാവിന് കൊടുത്തതാണ് ശുകദേവ് ഗോസ്വാമി. അതിമനോഹരം. പിന്നീട് പ്രഭുപാദ് മുന്നോട്ട് പറയുന്നു ശുകദേവ് ഗോസ്വാമിയുടെ ആ ഒരു പ്രത്യേകത എങ്ങനെയാണോ, നമ്മൾ നേരത്തെ പറഞ്ഞു, എങ്ങനെയാണോ തത്ത വന്ന് പഴത്തിൽ കടിക്കുമ്പോൾ അതിൻ്റെ മധുരം കൂടുന്നത്, അതേപോലെ ശുകദേവ് ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് വരുമ്പോൾ, പരിശുദ്ധ ഭക്തരിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ഇതാണ് ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് കേൾക്കുമ്പോഴേ ഭാഗവതത്തിൻ്റെ മാധുര്യം കൂടി. ഇനി നമ്മുടെ ആചാര്യന്മാരും കൂടെ അത് പറയുമ്പോഴോ, സനാതൻ ഗോസ്വാമി അല്ലെങ്കിൽ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, അവർ ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ പഴുത്തിട്ടുള്ള ഭാഗവത, ആ രസമുള്ള ഭാഗവതത്തെ അവരും ഒന്ന് കഴിക്കുന്നു, അവർ ടേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുവാണ്. കാര്യം ശുകദേവ് ഗോസ്വാമിയെ പോലെ ക്വാളിറ്റി ഉള്ള ആളുകളാണ്, ശുദ്ധഭക്തരാണ് ഇവരൊക്കെ.
ശീല വിശ്വനാഥ് ചക്രവർത്തി ടാക്കൂർ, സനാതൻ ഗോസ്വാമി, നമ്മുടെ ജീവ ഗോസ്വാമിയൊക്കെ അവരും കൂടെ ടേസ്റ്റ് ചെയ്ത് പിന്നെ അത് പ്രഭുപാദിന് കൊടുത്തു. പിന്നെ പ്രഭുപാദും കൂടെ ടേസ്റ്റ് ചെയ്തു. പിന്നെ പ്രഭുപാദിൻ്റെയും കൂടെ ആ ഒരു കഴിച്ചതിന് ശേഷം കിട്ടുന്ന മഹാപ്രസാദമാണ് നമുക്ക് ഭക്തിവേദാന്ത ഭാവാർത്ഥത്തിലൂടെ പ്രഭുപാദം നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ജയ് ഹരി ബോൽ. ഹരി 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 ബോൽ. നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നു, ഈ ഭാഗവതത്തെ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണെങ്കിൽ ഈ ഭൗതിക ലോകം വിട്ട് പോകാനുള്ള എല്ലാം അതിനകത്തുണ്ട്. വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ശുകദേവ് ഗോസ്വാമിയുടെ തൃപ്പാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് എങ്ങനെയാണോ ഇത് പരമ്പരയിലാണ് വന്നിട്ടുള്ളത് അല്ലേ? ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവിൽ നിന്ന് നാരദമുനി വ്യാസദേവൻ, പിന്നെ ശുകദേവ് ഗോസ്വാമി, പരീക്ഷിത് മഹാരാജ്, അങ്ങനെ താഴോട്ട് വരുവാണ്. ഇതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഇതിനെ സ്വീകരിക്കേണ്ടത്. നമ്മുടെ ആചാര്യന്മാരിൽ നിന്ന് നമ്മൾ കലർപ്പില്ലാതെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി കലർപ്പില്ലാതെ നമ്മളത് സ്വീകരിക്കുക, ആസ്വദിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അത് സ്വീകരിക്കുക, ആസ്വദിക്കുക, അതിൻ്റെ ഒപ്പം തന്നെ അത് ഭാഗവതം അനുസരിച്ച് ജീവിക്കുക, എന്നിട്ട് കലർപ്പില്ലാതെ അടുത്ത ആളുകൾക്ക് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രഭുപാദ് നമ്മളെ അതും കൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഭാഗവതം പോലെ വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല. പ്രഭുപാദ് ഒരു കാര്യം കൂടെ അവസാനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കേൾക്കുന്നത് അങ്ങനെയുള്ളവരിൽ നിന്നായിരിക്കണം, പരിശുദ്ധ ഭക്തരിൽ നിന്നായിരിക്കണം ഭാഗവതം കേൾക്കേണ്ടത്. അല്ലാതെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നതിനെക്കുറിച്ച് ഭാഗവതം പാരായണം ഒരു പ്രൊഫഷനാക്കി എടുത്തിട്ടുള്ളവർ, ഒരു ഉപജീവന മാർഗമാക്കി എടുത്തിട്ടുള്ളവർ നിന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ പരിശുദ്ധ ഭക്തരിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ അവർ നമ്മുടെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി മാത്രം ആ പരിശുദ്ധ ഭക്തരുടെ ആ ഒരു പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഗുണം വേറെ എവിടെയും കിട്ടില്ല. പ്രഭുപാദ് അതുകൊണ്ട് പറയുന്നു, സീരിയസ് ആയിട്ടുള്ള ഒരു ഭക്തൻ ആരാണോ സിൻസിയർ, ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്, ആത്മാർത്ഥതയും സീരിയസ്നെസ്സും ഉള്ള ഓരോരുത്തരും ശ്രീമദ് ഭാഗവതത്തെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം എന്നാണ് പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ശുകദേവ് ഗോസ്വാമിയുടെ പാത പിന്തുടർന്ന് വരുന്ന ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള, ശുകദേവ് ഗോസ്വാമിയെ പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു അതേ ധാരയിൽ വരുന്ന പരിശുദ്ധ ഭക്തരിൽ നിന്ന് ശ്രീമദ് ഭാഗവതം കേൾക്കൂ, എന്നിട്ട് ആസ്വദിക്കൂ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂ, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും, ഗോലകവൃന്ദാവനത്തിലേക്ക് പൊക്കോളൂ. അതാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് 3 ശ്ലോകങ്ങളും. ഈ 3 ശ്ലോകങ്ങളും ബൈഹാർട്ട് ചെയ്യാൻ സാധിക്കുന്നവർ പഠിക്കുക. ഭാഗവതത്തിൻ്റെ മംഗളാചരണമാണ് ഈ 3 ശ്ലോകങ്ങൾ. അപ്പോൾ 3-ാമത്തെ ശ്ലോകത്തിൽ നമ്മളെ വ്യാസദേവൻ ഭാഗവതം ആസ്വദിക്കാൻ വേണ്ടി നമ്മളെ ക്ഷണിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മൾ ഭാഗവതത്തിലേക്ക് കയറുന്നു, അല്ലെങ്കിൽ 4-ാമത്തെ ശ്ലോകത്തിൽ തൊട്ട് നമ്മൾ തുടങ്ങുന്നു. ഓൾറെഡി നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടി, ക്ഷണം കിട്ടിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് ആത്മാർത്ഥയോടുകൂടി പോവാൻ നോക്കാം. ഓക്കെ, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, जगद्गुरु शिला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय, श्री चैतन्य महाप्रभु की जय, शचि नंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम निताय गौर हरि बोल. थैंक यू. हरे कृष्ण. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഇതൊന്ന് പറഞ്ഞത് ഈ വരിക്ക് പ്രഭു അങ്ങ് പറഞ്ഞല്ലേ, അതൊന്നുകൂടെ ഒന്ന് പറയൂ. ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മാവിന്, പിന്നെ ബ്രഹ്മാവ് ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? യെസ്, ബ്രഹ്മാവിന്റെ ശിഷ്യനാണ് നാരദമുനി. നാരദമുനിയുടെ ശിഷ്യനാണ് വ്യാസദേവൻ. വ്യാസദേവന്റെ ശിഷ്യനും മകനുമാണ് ശുകദേവ് ഗോസ്വാമി. ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജന് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. രാധാനുരാഗ ഭക്തിയെ കുറിച്ച് പറഞ്ഞില്ലേ?
രാഗഭക്തി. യെസ്, അങ്ങനൊരു അതെന്താ ഒന്ന് പറയാമോ? യെസ്. ശില രൂപ ഗോസ്വാമി ഭക്തി രസാമൃത സിന്ധുവിൽ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പറയുന്നു, വൈദി സാധന ഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി, ഇങ്ങനെയാണ് ശുദ്ധ ഭക്തിയെ അദ്ദേഹം അല്ലെങ്കിൽ ഭക്തിയെ അദ്ദേഹം ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ വൈദി സാധന ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാവഭക്തി പ്രേമഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഭാവഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടസ്വാത്വിക വികാരങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ്. പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഏറ്റവും ഉയർന്ന സ്ഥാനം. നമ്മൾ ശ്രദ്ധ മുതൽ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിർവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ, ഇങ്ങനെ 9 ചവിട്ടുപടികളായിട്ട് പറയും ഭക്തിയിൽ. ഓരോ സ്റ്റെപ്പുകളാണ് താഴെ നിന്ന്. ശ്രദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത്, ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം, ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസം, ഗുരുവിലുള്ള വിശ്വാസം, ഭഗവാനുള്ള വിശ്വാസം, അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ശ്രദ്ധ, സാധുസംഘ. അപ്പോൾ ശ്രദ്ധ ഉണ്ടാവും അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് സാധുസംഘം കിട്ടുകയുള്ളൂ. സാധുസംഘത്തിൽ വന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയുള്ളൂ. സാധുസംഘം എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്തരുടെ കൂട്ടായ്മ, നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെ, നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെയും അതേപോലെ വരിഷ്ഠരായിട്ടുള്ള ഭക്തരുടെ സംഘവും സാധുസംഘ. ഈ സാധുസംഘത്തിൽ നമ്മൾ ഭജനക്രിയ പഠിക്കുന്നു. ഭജനക്രിയ എന്ന് ഉദ്ദേശിക്കുന്നത് നാമജപിക്കുന്നത് എങ്ങനെയാണ്, ഭക്തിയോ സേവനങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നു. ഭജനക്രിയയിലൂടെ നമ്മൾ പിന്നെ മുന്നോട്ട് പോവാണ്. എന്താ സംഭവിക്കുന്നു? അനർത്ഥ നിർവൃത്തി എന്ന് പറയും അടുത്ത സ്റ്റേജ്. അതായത് നമ്മുടെ അനർത്ഥങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാതെയായി പോകും. മുഴുവനായിട്ട് പോവില്ല, മുഴുവനായിട്ട് അത് ഭാവ സ്റ്റേജിൽ വരെ ഈ അനർത്ഥങ്ങളുണ്ട്, അവിടെ വരെ പോകും. പക്ഷേ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, അനർത്ഥങ്ങൾ പോയിക്കൊണ്ടിരിക്കും. 4 കാര്യങ്ങൾ പറഞ്ഞു: ശ്രദ്ധ, സാധുസംഘ, ഭജനക്രിയ, അനർത്ഥ നിർവൃത്തി. പിന്നെ അത് അടുത്ത സ്റ്റെപ്പാണ് നിഷ്ഠ. നിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ നിഷ്ഠയോടുകൂടി കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങും. ഭക്തിയിൽ ഒന്നും കൂടെ ഫോക്കസ്ഡായി, നമ്മൾ ഒന്നും കൂടെ എന്ന് പറഞ്ഞാൽ നല്ല ഫോക്കസ്ഡായി. നിഷ്ഠ, പിന്നെ രുചി. അതിനുശേഷം നമുക്ക് ഇത് ആസ്വദിച്ചു തുടങ്ങും. നല്ല രീതിയിൽ ഇതിൻ്റെ ടേസ്റ്റ് ഇതില്ലാതെ പറ്റാതെയാവും. ഭക്തിയുത സേവനങ്ങളില്ലാതെ പറ്റാതെയാവും, നാമമില്ലാതെ പറ്റാതെയാവും. നാമം ജപിച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു വിഷമം തോന്നുന്നു, കരച്ചിൽ വരുന്നു, പ്രയാസം, ശ്വാസം കിട്ടാത്ത പോലെ. രുചി വരുമ്പോൾ അങ്ങനെയാണ്. ഭാഗവതം കേട്ടില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത, ഭാഗവതം കേട്ടില്ലെങ്കിൽ അത്രമാത്രം രുചി വരുമ്പോൾ അങ്ങനെയാണ്. രുചി. പിന്നെ ആസക്തി. ആസക്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഇതില്ലാതെ പറ്റാതെയാവും. അതിനുശേഷമാണ് ഭാവ, പ്രേമ. ഇതാണ് 9 ചവിട്ടുപടികൾ ഭക്തിയുടെ. ആ ഒരു പ്രേമ എന്ന് പറഞ്ഞ ലെവലിലേക്ക് വിശ്വാസം മുതലുള്ള ആ ഒരു 9 സ്റ്റെപ്പുകൾ. ഇനി പ്രേമത്തിൻ്റെ ഇനിയും ഡിവിഷൻസ് ഉണ്ട്, നമ്മൾ അവിടേക്ക് പോകുന്നില്ല. ചതുരചരിതമൃതം പറയുന്നുണ്ട്, അതും മുന്നോട്ട് പോകുന്നുണ്ട്. അതെല്ലാം ഗോലക വൃന്ദാവനത്തിലെ ഭക്തർക്കും രാധാറാണിക്കും ഒക്കെ ഉള്ള ഒരു ഭാവങ്ങളാണ്. എനിവേ, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ രൂപഗോസ്വാമി പറയുന്നു, ഇതെല്ലാം പറയുന്നുണ്ട് ഭക്തിരസാമൃത സിന്ധുവിൽ. അവിടെ പറയുന്നു വൈദി സാധന ഭക്തി, ഭാവഭക്തി, അതുപോലെ പ്രേമഭക്തി. ഇനി വൈദ്യ സാധന ഭക്തിയെ അദ്ദേഹം വൈദ്യ സാധന ഭക്തി അല്ല, സാധനഭക്തി. സാധനഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി, ഇങ്ങനെയാണ് ഡിവിഷൻ. ഓക്കെ. ഇനി സാധനഭക്തി അദ്ദേഹം 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് വൈദ്യ സാധനഭക്തി, അതുപോലെ രാഗാനുഗ സാധനഭക്തി. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഭക്തിയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: സാധനഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി. ഓക്കെ. ഇനി സാധനഭക്തി 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: വൈദി സാധനഭക്തി, രാഗാനുഗ സാധനഭക്തി. ഓക്കെ. ഭാവഭക്തി, പ്രേമഭക്തി നമ്മൾ പറയുന്നില്ല, അത് മാറ്റിവെക്കുക, കാര്യം അത് ഹയസ്റ്റ് ലെവലാണ്. ഇവിടെ ഈ 2 ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ വൈദി സാധനഭക്തിയെ പറയുന്നു നിയമങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഗുരു നമ്മളോട് പറയുന്നു 16 മാല ജപിക്കണം, നിയമങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ ഒരുപാട് നിബന്ധനകളോട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഇതൊരു ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഭാവത്തിൽ ചെയ്യുന്നതാണ് വൈദ്യ സാധന ഭക്തി എന്ന് പറയുന്നത്. എന്നാൽ അത് കുറച്ചും കൂടെ അത് മെച്യൂർ ആവുമ്പോൾ, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ, അതിൻ്റെ മെച്യൂരിറ്റി വരുമ്പോൾ അത് രാഗാനുഗ സാധന ഭക്തിയിലേക്ക് മാറുന്നു. രാഗാനുഗ സാധന ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ സമയത്ത് നമുക്ക് തോന്നുന്നത്, ആ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലാതെ പറ്റാത്തൊരവസ്ഥ. അതായത് ഉദ്ദേശിക്കുന്നത് ആ നാച്ചുറലായിട്ട്, സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ഇഷ്ടം തോന്നി തുടങ്ങും, ഭക്തിയോടുള്ള ഇഷ്ടം നമുക്കുണ്ടാവും. അതിനെയാണ് രാഗഭക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഗാനുഗ സാധന ഭക്തി എന്ന് പറയും. ഈ രാഗാനുഗ ഭക്തി
ഈ രാഗാനുഗ ഭക്തി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ വേറൊരു ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ, രാഗ അനുഗ എന്ന് പറഞ്ഞാൽ ആരെയോ അനുഗമിക്കുന്ന കാര്യം പറയുന്നു. ആരെയാണ് അനുഗമിക്കുന്നത്? രാഗാത്മിക ഭക്തരെ അനുഗമിക്കുന്നവരെയാണ്, അല്ലെങ്കിൽ രാഗാത്മിക ഭക്തരെ ഫോളോ ചെയ്യുന്നവരെയാണ് രാഗാനുഗ ഭക്തരെന്ന് വിളിക്കുന്നത്. ഇനി രാഗാത്മിക ഭക്തർ ആരാണെന്ന് ചോദിച്ചാൽ, അവർ ഗോലോക വൃന്ദാവനത്തിലെ നിത്യസിദ്ധരായിട്ടുള്ള ഭഗവാന്റെ എല്ലാ ഡിവോട്ടീസുമാണ്, ഭക്തരുമാണ്. അതായത് അതിൽ യശോദമയുണ്ട്, വാത്സല്യരസത്തിൽ നന്ദമഹാരാജ്, അവരെല്ലാം വാത്സല്യരസത്തിലുണ്ട്. സഖ്യരസത്തിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുണ്ട്. മാധുര്യരസത്തിൽ ഗോപികമാരും രാധാറാണിയും അവരെല്ലാവരും വരുന്നു. ഇവരെല്ലാവരും രാഗാത്മിക ഭക്തരാണ്, നിത്യസിദ്ധരായിട്ടുള്ളവർ രാഗാത്മിക ഭക്തർ. അവരുടെ പാദങ്ങൾ പിന്തുടരുന്നവരെ രാഗാനുഗ ഭക്തരെന്ന് വിളിക്കുന്നു. അതാണ് രാഗാനുഗ ഭക്തിയുടെ ഒരു ഡെഫിനേഷൻ കൂടെ. അപ്പോൾ രാഗാനുഗ സാധനയിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരുപാട് ലെവലുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവിടെ എവിടെയും നമ്മൾ എത്തിയിട്ടില്ല. വൈദിക ഭക്തി തന്നെ വൈദിക സാധന ഭക്തി തന്നെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പോഴാണ് പിന്നെ രുചിയൊന്നും ഇല്ല നമുക്ക് നാമം ജപിക്കാൻ. എങ്ങനെയെങ്കിലും 16 മാല തീർക്കുക എന്നുള്ള ഭാവമാണ് നമ്മുടെ. നിഷ്ഠയില്ല. ഒരു ദിവസം ഭാഗവതം ക്ലാസ് കേട്ടില്ലെങ്കിൽ ചിലപ്പോൾ സമാധാനമാവും, 1 മണിക്കൂർ ഇരിക്കേണ്ടല്ലോ എന്ന് തോന്നും ചിലപ്പോൾ. അതായത് നമ്മൾ എവിടെ എത്തിയിട്ടില്ല. ബൈ ദ വേ, നമ്മളിപ്പോഴും അനർത്ഥ നിർവിധിയുടെ ഇടയിൽ. ഈവൻ ശ്രദ്ധ പോലും ഉണ്ടോ? അത് ശ്രദ്ധ എന്ന് വെച്ചാൽ വിശ്വാസം പോലും പ്രോപ്പറായിട്ട് ഉണ്ടോ എന്നുള്ളത് തന്നെ ഡൗട്ടാണ്. സാധുസംഘം എങ്ങനെ കിട്ടുന്നുണ്ട്? അനർത്ഥ നിർവൃതിയുടെ സ്റ്റേജിലാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല. ബിക്കോസ് ഇപ്പോഴും അനർത്ഥങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ, കാമക്രോധ ലോഭ മോഹ മത മത്സരം എല്ലാം. ബട്ട് എനിവേ, നമ്മൾ ഓൾറെഡി ആ പ്രോസസ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ലക്ഷ്യം നമുക്കറിയാം. തീർച്ചയായിട്ടും ദൃഢനിശ്ചയത്തോടുകൂടി, ദൃഢവിശ്വാസത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, ആ ഒരു ഉത്സാഹത്തോടുകൂടി, നിശ്ചയ, ധൈര്യ, ഉപദേശം രൂപഗോസ്വാമി പറയുന്ന പോലെ, അതോടുകൂടി നമ്മൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഉത്സാഹത്തോടും നിശ്ചയദാർഢ്യത്തോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഭക്തി സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ തന്നെ ഇതെല്ലാ സ്റ്റേജും നമ്മൾ കടന്നു പോകും. ഉറപ്പാണ്. അത് പോയിട്ടുള്ളവരുണ്ട് നമ്മുടെ മുമ്പിൽ. ആചാര്യന്മാർ പറയുന്നു, പ്രഭുപാദ് പറയുന്നു, വെറുതെയല്ല. അതിൽ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ മാത്രം മതി. ഓക്കെ പ്രഭു, ഹരേ കൃഷ്ണ. ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു, ബട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമയമായിരിക്കണോ? ചോദിച്ചേട്ടെ മാതാജി. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടെങ്കിൽ എടുക്കാം. എൻ്റെ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടെ എടുക്കാം. ഹരേ കൃഷ്ണ. യെസ്. പ്രഭുജി, ശ്രദ്ധ, സാധുസംഘ, ഭജനക്രിയ, അനർത്ഥ നിർവൃത്തി, അനർത്ഥങ്ങളെ ഇല്ലാതാവുന്ന സ്റ്റേജ്. അനർത്ഥ നിർവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ. ഓക്കെ, യെസ്. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ശ്രീമദ് ഭാഗവതം രാജ് കി ജയ്. ജയ്. വഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കോടി വൈഷ്ണവന്ദിക്ക് നാമ സങ്കീർത്തനജ്ഞക്ക് ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക്